പ്രൊമോഷൻ തന്ത്രങ്ങൾ പുതിയ മാനങ്ങൾ തേടുമ്പോൾ സംവിധായക റത്തീന സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന സിനിമയുടെ പ്രചാരണാർത്ഥം നടി നവ്യ നായർ നടത്തിയ ഒരു റീൽ ഷൂട്ട് പോലീസ് ഇടപെടലിനെ തുടർന്ന് ശ്രദ്ധേയമാകുന്നു. നടു റോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് നവ്യയെ പോലീസ് തടഞ്ഞത്. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. സിനിമയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി നവ്യ നായർ തന്നെയാണ് ഈ വീഡിയോ തന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് വഴി ആരാധകരുമായി പങ്കുവച്ചത്. റോഡരികിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി പോലീസ് വാഹനം എത്തുകയും ഉദ്യോഗസ്ഥർ ഇടപെടുകയും ചെയ്യുന്ന രംഗങ്ങളാണ് വീഡിയോയുടെ പ്രധാന ഉള്ളടക്കം. തുടർന്നുണ്ടാകുന്ന സംഭാഷണങ്ങളും നിമിഷങ്ങളും പ്രേക്ഷകർക്ക് കൗതുകം ഉണർത്തുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സിനിമയുടെ പ്രൊമോഷൻ ഇത്രയും അധികം തന്മയത്വത്തോടെ ഒരു സോഷ്യൽ മീഡിയ ട്രെൻഡിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ ആകർഷണമുണ്ടാക്കി. സിനിമയുടെ റിലീസിന് ശേഷവും പ്രൊമോഷൻ തന്ത്രങ്ങൾ സജീവമായി നിലനിർത്താൻ അണിയറ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് ഈ റീൽ വീഡിയോ. വീഡിയോയിലെ ഒരു ഭാഗം നവ്യ നായരുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായ നന്ദനം സിനിമയിലെ ബാലാമണിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പഴയ കഥാപാത്രത്തെ പുതിയ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധിപ്പിച്ച ഈ തന്ത്രം ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. ബാലാമണിയുടെ നിഷ്കളങ്കതയും പാതിരാത്രിയിലെ ജാൻസിയുടെ ധൈര്യവും തമ്മിലുള്ള വൈരുദ്ധ്യം പ്രേക്ഷകർക്ക് രസകരമായ അനുഭവമായി മാറി. സൗബിൻ ഷാഹിറിനൊപ്പം നവ്യ നായരെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ പാതിരാത്രി തിയേറ്ററുകളിൽ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ്. ഒരു ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന നിലയിൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ തിരക്കഥയും മികച്ച സംവിധാനവുമാണ് സിനിമയുടെ പ്രധാന ആകർഷണമായി നിരൂപകർ ചൂണ്ടിക്കാട്ടുന്നത്. ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഒരു കേസിന്റെ ദുരൂഹതകളുമായി ബന്ധപ്പെട്ട് പോരാടുന്ന ജാൻസി എന്ന കഥാപാത്രത്തെയാണ് നവ്യ നായർ അവതരിപ്പിക്കുന്നത്. ഹരീഷ് എന്ന കഥാപാത്രമായി സൗബിൻ ഷാഹിർ എത്തുന്നു. ഇരുവരുടെയും കെമിസ്ട്രിയും പ്രകടനവുമാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രധാന ഘടകം. നവ്യ നായരുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായേക്കാം ജാൻസി എന്ന കഥാപാത്രം. ചിത്രത്തിൽ സണ്ണി വെയിൻ, ശബരീഷ് വർമ്മ, ആൻ അഗസ്റ്റിൻ, ആത്മീയ രാജൻ, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, അച്യുത് കുമാർ തുടങ്ങിയ പ്രഗത്ഭരായ അഭിനേതാക്കളും അണിനിരക്കുന്നുണ്ട്. ഓരോ കഥാപാത്രങ്ങളും തങ്ങളുടെ ഭാഗം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തത് സിനിമയുടെ മൊത്തത്തിലുള്ള നിലവാരം ഉയർത്തി. മലയാള സിനിമയിലെ മുൻനിര താരങ്ങളുടെ സാന്നിധ്യം ചിത്രത്തിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ഡോക്ടർ KV അബ്ദുൽ നാസറും ആഷിയ നാസറും ചേർന്ന ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് പാതിരാത്രി നിർമ്മിച്ചിരിക്കുന്നത്. നിർമ്മാണ നിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് തിയേറ്റർ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സിനിമ മികച്ച തിയേറ്റർ അനുഭവം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചിത്രത്തിന്റെ സാങ്കേതിക വിഭാഗവും ഏറെ പ്രശംസനീയമാണ്. ജെക്സ് ബിയോജ് ഒരുക്കിയ സംഗീതം ചിത്രത്തിന്റെ ത്രില്ലർ സ്വഭാവത്തിന് പൂർണ്ണ പിന്തുണ നൽകി. ഷാജി മാറോട് ഒരുക്കിയ തിരക്കഥയാണ് ചിത്രത്തെ സസ്പെൻസോടെ മുന്നോട്ട് നയിക്കുന്നത്. ഷംനാദ് ജലാലിന്റെ ഛായാഗ്രഹണം രാത്രിയുടെ ദുരൂഹതയും അന്തരീക്ഷവും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ വിജയിച്ചു. ശ്രീജിത്ത് സാരംഗ് നിർവഹിച്ച എഡിറ്റിംഗ് ആണ് സിനിമയുടെ വേഗതയും ഒഴുക്കും നിലനിർത്തിയത്. നട റോഡിലെ ഈ പ്രൊമോഷൻ റീൽ വീഡിയോ സിനിമയുടെ റിലീസിന് ശേഷം ചർച്ചാ വിഷയമായി നിലനിർത്താൻ സഹായകമായി. ഇത്തരം നൂതനമായ പ്രൊമോഷൻ രീതികൾക്ക് സമീപ ഭാവിയിൽ കൂടുതൽ പ്രചാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു സെലിബ്രിറ്റി നട റോഡിൽ വെച്ച് റീൽ ഷൂട്ട് ചെയ്യുമ്പോൾ പോലീസ് ഇടപെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ ഇടപെടലിനെ തന്നെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാക്കി മാറ്റാനുള്ള അണിയറ പ്രവർത്തകരുടെ തന്ത്രം അഭിനന്ദനാർഹമാണ്. സമൂഹ മാധ്യമങ്ങൾ സിനിമയുടെ പ്രചാരണത്തിൽ വഹിക്കുന്ന പങ്ക് എത്രത്തോളമാണെന്ന് ഈ സംഭവം അടിവരയിടുന്നു. പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനും അവരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതിനും പരമ്പരാഗത രീതികൾക്കപ്പുറമുള്ള നൂതന ആശയങ്ങൾ അനിവാര്യമായിരിക്കുന്നു. പാതിരാത്രിയുടെ അണിയറ പ്രവർത്തകർ ഈ പാതയിൽ വിജയം കണ്ടു എന്ന് നിസ്സംശയം പറയാം.